കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുഭാഷ് ഭയങ്കര സങ്കടത്തിലാണ്. നാളെയാണ് സുനന്ദയുടെ വിവാഹം. സുഭാഷിനാണെങ്കിൽ സുനന്ദയെ നഷ്ടപ്പെടുത്തുന്ന ഓർക്കാൻ പോലും വയ്യ. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് സുഭാഷിന് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് സുനന്ദയാണെങ്കിൽ വീട്ടിൽ ഇതേ ടെൻഷനിൽ തന്നെയാണ്. സുഭാഷിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഭാഷിനെ ഇനി നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു ബോധ്യം സുനന്ദയ്ക്കുണ്ടാകുന്നു. ഈ സമയത്താണ് ലളിത അങ്ങോട്ട് വരുന്നത്. ലളിത അങ്ങോട്ട് വരുമ്പോൾ സുനന്ദ ഇരുന്ന് പൊട്ടിക്കരയുന്നത് കാണുമ്പോഴത്തേക്ക് ലളിതയ്ക്ക് വിഷമം വരുന്നുണ്ട്. നീ മോളെന്താ ഇവിടെ ഇരുന്ന് കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം സുനന്ദ ഒന്നും മിണ്ടുന്നില്ല. എനിക്കറിയാം സുഭാഷിനെ നിനക്ക് നഷ്ടപ്പെടുന്നത് ഓർത്തില്ലേ നീ കരയുന്നത്. അത് കുഴപ്പമില്ല. ഈ തീരുമാനം നല്ലതാണെന്ന് നിനക്ക് പിന്നെ മനസ്സിലാവും. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതാണ് കയ്യിൽ കിട്ടിയെന്ന് ബോധ്യമാവുന്ന ഒരു സമയമുണ്ട്. അപ്പം ഈ നഷ്ടപ്പെട്ടതിനോർത്ത് ഒരു സങ്കടവും അന്ന് തോന്നത്തില്ല എന്ന് ലളിത പറയാണ്. ഈ സമയത്താണെങ്കിൽ ഇത് കേട്ട സുനന്ദയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സുനന്ദയാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ലളിത പറയാണ്, നീ എന്നെ ദേഷ്യം നോക്കണ്ട. എനിക്ക് നിൻ്റെ മനസ്സിലിപ്പം നന്നായിട്ട് അറിയാം. നീ സുഭാഷിനെ മറക്കാൻ നിനക്ക് പാടാണെന്നല്ലേ നീ എന്നോട് പറയാൻ വരുന്നത്. പക്ഷേ നീ അവനെ മറന്നേ പറ്റൂ. ഈ ഒരു പുതിയൊരു ജീവിതവുമായി നീ ഒത്തുചേർന്ന് പോയേ പറ്റത്തുള്ളൂ. ഇതാ മോളെ നിനക്ക് നല്ലൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് ലളിത സുനന്ദയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ സുഭാഷിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. സുഭാഷിൻ്റെ സങ്കടം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഋഷി പറയാണ്, നമ്മളെക്കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നില്ല ചെയ്ത്. പക്ഷേ സുനന്ദയാണെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, സുഭാഷ് ഏട്ടനാണെങ്കിൽ എല്ലാവർക്കും നന്മകൾ വരണമെന്ന് മാത്രമേ സുഭാഷ് ഏട്ടൻ ചിന്തിക്കത്തുള്ളൂ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് സുഭാഷ് ഏട്ടൻ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ കാര്യത്തിൽ സുഭാഷ് ഏട്ടൻ അങ്ങനെ ഒരു ചിന്ത ായിരുന്നു. മാത്രവുമല്ല സുനന്ദയോടുള്ള ഇഷ്ടം ഒരു വട്ടം പോലും സുഭാഷ് ഏട്ടന് അവളെ അറിയിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. നമ്മുടെ എല്ലാം കാര്യം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുഭാഷ് ഏട്ടൻ്റെ ജീവിതം ജീവിക്കാൻ മറന്നുപോയോ എന്നൊരു സംശയം എന്ന് നിധി പറയുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇങ്ങനെ സങ്കടമാവുന്നുണ്ട്. അപ്പം ഋഷി പറയുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും. സുനന്ദയുടെ സ്വഭാവം അറിയാമല്ലോ, വിവാഹം വരെ എത്തിയതാണ്. അവൾ അവസാന നിമിഷം കാല് മാറി. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയണം. അപ്പോൾ നിധി പറയാണ്, പക്ഷേ സുഭാഷ് ഏട്ടന് ആ സുനന്ദയെ നഷ്ടപ്പെടുന്നതിൽ വലിയ സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ്. ഇതിന് ശേഷം സുനന്ദയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വീട്ടിലെ വശത്തേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിൽ ആരോ ഒരാൾ നടന്നു വരുന്നതായിട്ട് നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. നിഴലിൽ കാണുന്ന നിധി ഇങ്ങനെ നോക്കുമ്പോൾ സുനന്ദ വിവാഹ തലേന്ന് രാത്രിയാണെങ്കിൽ സുനന്ദ നേരെ സുഭാഷിനെ കാണാൻ വന്നിരിക്കുകയാണ്. സുനന്ദയാണെങ്കിൽ മനസ്സിൽ ആ തീരുമാനമെടുത്ത് ഉറച്ച തീരുമാനമായിട്ടാണ് സുനന്ദ വരുന്നത്.